എന്താ ഇപ്പോൾ ഇങ്ങനൊരു അഭിനയമോഹം തോന്നാൻ കാരണം? ഇപ്പം തോന്നിയ മോഹമല്ല സർ, ഇരിക്കെ. കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹം. ഇടയ്ക്ക് ചില ശ്രമങ്ങളൊക്കെ നടത്തി നോക്കിയിരുന്നു. എന്നിട്ട് എന്തു പറ്റി? അതൊരു വലിയ കഥയാണ് സർ. പ്രേമിച്ച പെണ്ണെ കല്യാണം കഴിക്കാൻ വേണ്ടി പല ജോലികളും ചെയ്തു നോക്കി. അതിലൊരു ഭാഗമായിട്ട് ഇപ്പോൾ ഒരു അധ്യാപക വേഷം കെട്ടിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇപ്പോഴും എപ്പോഴും ആഗ്രഹം അഭിനയം തന്നെയാണ് സർ. അത് കൊള്ളാം. പക്ഷെ ആഗ്രഹം കൊണ്ട് മാത്രം ഒരാൾ നടനാവില്ല. അതൊക്കെ എനിക്കറിയാം സർ. A ഫോർ ആക്ടിങ്, C ഫോർ കോൺസെൻട്രേഷൻ, T ഫോർ ടൈമിങ്, അതൊക്കെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. വായനയും കൊള്ളാം. പക്ഷെ നല്ല നടനാവണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ വേണം, നല്ല നിരീക്ഷണ ബോധം വേണം. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ, സുഹൃത്തുക്കളെ, ശത്രുക്കളെ, പരിചയം പോലും ഇല്ലാത്തവരെ കഥാപാത്രങ്ങളാക്കി പഠിക്കാനുള്ള മനസ്സുണ്ടാവണം. അതൊക്കെ അവതരിപ്പിക്കാനുള്ള പ്രതിഭയുണ്ടാവണം. അതുണ്ട് സർ. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇച്ഛാശക്തിയോട് വേണം. മോഹൻ, നിങ്ങൾ നടനാവണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും. സത്യന്തിക്കാട് സാറിനെ കാണാൻ പോയിട്ട് എന്തായി? എന്തെങ്കിലും സാൽബുട്ടേഷൻ ആവോ? എന്നെ ബോധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നടക്കും, എനിക്ക് ഉറപ്പാ. മാഷൊരു സിനിമാ നടനായിട്ട് വേണം എനിക്കൊരു ബെൻസ് കാറിൽ കയറാൻ. ഈ സ്കൂട്ടർ ഒന്ന് മാറാൻ പറഞ്ഞിട്ട് എന്നെ കുറച്ചു നാളായി. അതൊക്കെ മാറാന്നേ. കാറിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ആ ഗേറ്റിൽ കെട്ടാനല്ല ബാനർ വാങ്ങിയോ? ഞാനിത് എപ്പോഴേ മറന്നുപോയി. ഞാൻ വരുമ്പോഴേക്കും ബാനർ കണ്ടില്ലെങ്കിലാ. ഏറ്റവും എപ്പ കെട്ടിന്ന് വെച്ചേ ഇപ്പൊ സാൽബുട്ടേഷൻ ആയി തരാം. സിസ്റ്റർ നിൽക്കുന്നു. സിസ്റ്റർ എന്താ ഇവിടെ? പെട്ടെന്നെങ്ങാനും കർത്താവിന്റെ വിളി വന്നാ മരിപ്പിന്റെ കാർഡടിക്കാനും കോൺവെന്റിൽ ചില്ലിട്ട് വെക്കാനും ഒരു ഫോട്ടോ വേണ്ടേ? അതൊന്നും പേടിക്കണ്ട. ഇപ്പോഴെങ്ങും തമ്പുരാൻ സിസ്റ്ററുടെ രജിസ്റ്റർ എടുക്കത്തില്ല. അതൊക്കെ ദൈവത്തിന്റെ കയ്യിലല്ലേ മോഹന. നിന്റെ അച്ഛന്റെ കാര്യം മതിയല്ലോ. മരിക്കുമ്പം എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ രാഘവമാസ്റ്ററിന്? ഉണ്ണിക്കുട്ടോ, നീയോ അച്ഛനോട് സ്കൂളിൽ പോകണോ? ഇന്ന് എന്താ സ്കൂളിൽ പരിപാടി? കുട്ടികളുടെ ഒരു നാടകക്കളരി, അതിന്റെ ഫോട്ടോ എടുക്കുന്ന കാര്യം ഇവനൊന്ന് ഓർപ്പിക്കാൻ വന്നതാ. ഓ, എനിക്കാണെങ്കിൽ ഒരു 100 കൂട്ടം പണി വീട്ടിലുള്ളതാ. ആഹാ, അച്ഛന്റെ പരിപാടി ചെറുപ്പത്തിലെ മോനും തുടങ്ങുകയാണോ? മോളെ, ഇയാളിങ്ങനെ നാടകമൊന്നും സിനിമയൊന്നും പറഞ്ഞ് നടക്കുന്നുണ്ട്. അവരുടെ സ്കൂളിൽ ചിലർക്ക് ചില പരാതിയുണ്ട് കേട്ടോ. ഞങ്ങളുടെ സ്കൂളിലാണെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. എനിക്കറിയാം, ഇതാ കമ്പ്യൂട്ടർ ചാക്കോ പറഞ്ഞതല്ലേ. അത് അസൂയുണ്ട് സിസ്റ്ററെ. ഓ, അസൂയപ്പെടാൻ എങ്ങനെ ആര്? അമിതാഭ് ബച്ചനാ? ഈ താട്ടാണ് ഈ ഊപ്പ ഫോട്ടോഗ്രാഫറായിട്ട് ഈ ഓണം കയറാൻ പോലെ വന്നിരിക്കുന്നത്. ഒരു സ്റ്റാർ സ്റ്റുഡിയോ ആള് കണ്ടാത്തൊന്നും ഇതേതോ AVM സ്റ്റുഡിയോയോ മറ്റേ പുതിയ സ്റ്റുഡിയോ മറ്റോ ഒക്കെ. എന്റെ സ്റ്റുഡിയോയുടെ പേരിലെങ്കിലും ഒരു സ്റ്റാർ ഉണ്ടല്ലോ, കണ്ടാ? എന്റെ പൊന്ന് സിസ്റ്ററെ, ഇവനെ പോലൊരു പിന്തിരിപ്പൻ ഈ പഞ്ചായത്തിലില്ല. എന്നാലൊരു പരിചയക്കാരനാ, ഛേദമില്ലാത്തൊരു ഉപകാരമാ, ഒന്ന് പ്രോത്സാഹിപ്പിക്കാമെന്ന് വിചാരിക്കുക. അതില്ല. നമ്മൾ പരിശ്രമിക്കാനുള്ള നമ്മൾ തന്നെ പരിശ്രമിക്കണ്ടേ സിസ്റ്ററെ? ജോലി കളയരുതെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. കളഞ്ഞുപോയി കഴിയുമ്പോഴേ കയ്യിലുണ്ടായതിന്റെ വില അറിയാം. ഇത് കേട്ടാത്തൊന്നുമില്ല. ഞാൻ നാളെ തന്നെ ജോലിയും രാജിവെച്ച് സിനിമാ ഫീൽഡിലേക്ക് ഇറങ്ങുവാണെന്ന്. അങ്ങനെയാന്ന് എനിക്ക് എത്ര നേരത്തെ ഇറങ്ങാമായിരുന്നു. പോട്ടെ സിസ്റ്റർ. ശരി. ടൂറിന്റെ കാര്യം മറക്കരുത്. നീ മഠത്തിലേക്ക് ഇറങ്ങുമല്ലോ. വരാം. ഞാനും വരും ടൂറിന്. നീ ഇല്ലാതെ ഞങ്ങൾ ടൂറിന് പോവോടാ. എങ്ങോട്ടാ? ആലോചിക്കണം. സന്തോഷമോ, നേരത്തെ എത്തിയേക്കണേ. എത്തിയില്ലെങ്കിലോ? ഒരു അലവലാതി സ്റ്റുഡിയോ അടിച്ചു തീർത്ത് തീടാൻ ഒരു UP സ്കൂൾ അധ്യാപകൻ വിചാരിച്ചാലും പറ്റും. എന്നെ കണ്ടാലേ സിസ്റ്റർ എന്തെങ്കിലും കുറ്റം പറയാം. പറഞ്ഞത് പിന്നെ കാര്യമില്ലേ? നിനക്കല്ലേലും അങ്ങോട്ടാണല്ലോ സൈഡ് വരും. പിന്നെ വളർത്തി വലുതാക്കിയ ആൾക്കാരോട് ഒരു ഇത്തിരി കടപ്പാടൊക്കെ വേണ്ടേ? വളർത്തി വലുതാക്കിയ വേറെ ഒരുപാട് സിസ്റ്റർമാരുണ്ടല്ലോ അവിടെ. അവർക്കാർക്കും ഇല്ലല്ലോ എന്നോട് ഇക്രി പേടി. അത് സിസ്റ്റർക്ക് എന്നോട് കുറച്ച് കൂടുതൽ സ്നേഹം ഉള്ളതുകൊണ്ടാ. ഞാൻ പ്രേമിച്ച് നടന്ന കാലം മുതൽ ആ സിസ്റ്റർ ആയിരുന്നു എനിക്ക് ഏറ്റവും വലിയ ഭാരം. ഞാനില്ലായിരുന്നെങ്കിൽ അവർ നിന്നെയും കൂടെ ഒരു സിസ്റ്റർ ആക്കിയേനെ. അമലിന്റെ അച്ഛനാണല്ലേ? അതെ മാഷെ. മാഷിനെ പോലെ ഒരു വലിയ നടനാകണമെന്നൊക്കെ പറയുന്നത്. ഒരു സിനിമ നടനാവുക എന്നൊക്കെ പറഞ്ഞ നമ്മൾ കൂടുവോ മാഷെ? ഒരാൾ നടനാകണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അതായിരിക്കും. നടന്മാര് 2 കമ്പ്യൂട്ടർ കൂടി വാങ്ങാൻ പറയാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. അഭിനയക്കളരി, തേങ്ങാക്കൊല. എന്താ മാഷെ രാവിലെ തന്നെ തേങ്ങാടൻ കൊലയുടെ കാര്യം പറഞ്ഞ? അല്ല, കല പുഴുങ്ങിത്തുന്ന വയറ് നിറയില്ല എന്ന് പറയായിരുന്നു. എന്താ മാഷ 3-4 കമ്പ്യൂട്ടർ പുഴുങ്ങി തന്നെ വയറ് നിറയട്ടെ. മാഷേ, ഈ അവധിക്ക് പോലും ഞങ്ങളെ വീട്ടിലിരുത്താത്തത് കഷ്ടമാണ് കേട്ടോ. വിഷുവിന് പോലും വീട്ടിലിരിക്കാത്ത ആളോട് തന്നെ വേണം ടീച്ചർ ഇത് പറയാൻ. അത് പിന്നെ ഈ ഓണത്തിനും വിഷുവിനും ഒക്കെ അല്ലേ സംവിധായകർ വീട്ടിൽ കാണത്തുള്ളൂ. അപ്പൊ ചെന്നാലല്ലേ അവരെ കാണാൻ പറ്റൂ. എന്നാലും പിള്ളേർ കൂടി ഈ അഭിനയഭ്രാന്ത് പിടിപ്പിക്കണോ മാഷേ?
ചേടാ പഠിക്കാൻ മോശമായ ഒരുത്തിന് IAS കാരനാകണമെന്ന് പറഞ്ഞാൽ അവനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അഭിനയിക്കാൻ അറിയാവുന്ന ഒരുത്തൻ സിനിമാ നടനാണോ എന്ന് പറഞ്ഞാൽ മാത്രം എന്താ ഇത്ര വലിയ പ്രശ്നം? എനിക്ക് ട്രഷറി വരെ ഒന്ന് പോകണം. ആട്ടെ, ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ കമ്പ്യൂട്ടറാണോ വലുത് കലയാണോ വലുതെന്നുള്ളതാണ് പ്രശ്നം. നമുക്ക് കലയും വേണം, കമ്പ്യൂട്ടറും വേണം. നാം പുതയുന്ന താഴ്വാരങ്ങളിൽ നിന്നും കുന്നിൻ മുകളിലേക്ക് നടന്നവനാണ്. മലയിടിച്ചും പാറ പൊട്ടിച്ചും വഴിയുണ്ടാക്കി കയറുകയായി. ഓരോ നേട്ടത്തിലും ചവിട്ടിക്കയറി മുകളിലെത്തിയപ്പോൾ കയറാൻ ദൂരം പിന്നെയും കണ്ടു. അടിപൊളി, very good. ഞാൻ നോക്കിട്ട് ഹലോ ഹലോ, ആരാണ്? എന്താണ് പ്രശ്നം? എന്റെ പേര് എബ്രഹാം മാത്യു. ഹെഡ് മാസ്റ്റർ ഇല്ലേ? ഞാൻ സുരേന്ദ്രൻ. ഹെഡ് മാസ്റ്റർ ഇല്ലാത്തപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ. ഹെഡ് മാസ്റ്റർ എപ്പോ വരും? നിങ്ങൾ കാര്യം എന്താണെന്ന് വെച്ചാ പറയുന്നേ? ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ആവശ്യത്തിനായിരുന്നു. ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറാ. സിനിമ? എന്ത് സിനിമ? ഏത് സിനിമ? ആരുടെ സിനിമ? ശ്രീകുമാർ സാറിന്റെ പുതിയ പടത്തിന് വേണ്ടിയിട്ടാ. നമ്മുടെ സംവിധാനം ശ്രീകുമാർ സാറിന്റെ? അതെ. ഹാഫ് ഡേ സ്കൂളിന്റെ എക്സ്റ്റീരിയർ ഷൂട്ടിങ്ങിന് ഇട്ടേ കൊള്ളായിരുന്നു. സ്കൂളിലെ എന്തോന്ന് എക്സ്റ്റീരിയർ? അതൊക്കെ ഭയങ്കര വിഷയാവുന്നേ. ചേട്ടാ, നമ്മുടെ ഷൂട്ടിംഗ് നടക്കുന്ന വെള്ളൂരാ. പറ്റിയൊരു സ്കൂളിന്റെ ലൊക്കേഷൻ തപ്പി നമ്മൾ കുറെ ആയി നടക്കുന്നു. അപ്പൊ അതാണ് വിഷയമല്ലേ? കറക്റ്റ് ലൊക്കേഷൻ ആട്ടോ. നമുക്കേ ആ മരത്തിന്റെ ചോട്ടിൽ ഷോട്ട് കൊടുക്കണം. മരത്തിലൊന്നും ഒരു പരിപാടി നടക്കൂലട്ടാ. ചേട്ടാ, നമുക്ക് ഇതിന്റെ പുറത്ത് മാത്രം ഷൂട്ട് ചെയ്താൽ മതി. ഷൂട്ട് കഴിയുമ്പോൾ ഒരു ചെറിയ തുക സ്കൂളിന് സംഭാവനയും തരും. സംഭാവന എന്ന് കേട്ട ഹെഡ്മാസ്റ്റർ 2 പ്രാവശ്യം പെർമിഷൻ തരും. എന്താ അങ്ങനെ ഹെഡ്മാസ്റ്റർ മാത്രം തീരുമാനിച്ചിട്ട് കാര്യമില്ല, ഞങ്ങളോട് ഓടും. ഞങ്ങളോ? ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങളുടെ യൂണിയൻ. വിദ്യാർത്ഥികളെ തൊട്ട് കളിച്ചാലേ അക്കളി ഇക്കളി സൂക്ഷിച്ചോ. ഈങ്കിലാവും സിന്ദാബാദൂടെ ഒരുമിച്ച് നടക്കൂടാ. ശ്രീകുമാർ സാറിനെ പോലെ ഒരാളുടെ സിനിമയുടെ ഷൂട്ടിംഗ് ഇവിടെ നടന്നാൽ അതിന്റെ ഗുണം ആർക്കാ? ഈ സ്കൂളിന് തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഒരു പയ്യനെ ഈ സിനിമ ചാൻസ് കൊടുക്കണം. പയ്യനോ? പയ്യൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു മാഷ. ഹലോ, ഉഗ്ര അഭിനയ, ബെസ്റ്റ് ആക്ടർ. അതൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാവുന്നല്ലേ ഉള്ളൂ. എന്നാ ഓക്കേക്കാ. വൈകണ്ട, ഹെഡ് മാസ്റ്റർ കാണാം. വാ വാ വാ. കിടന്നോ. ഈ ആഴ്ച ഇനിയിപ്പോ മാഷിന്റെ പടമൊക്കെ ഇതിൽ വരില്ലേ? ഞങ്ങളൊക്കെ മറക്കരട്ടോ. ഓ, ഇനി സിനിമാ നടനൊക്കെ ആകുമ്പോ എല്ലാവർക്കും വലിയ ജാടയായിരിക്കും അല്ലയോ മാഷേ? അത് സിനിമാ നടനാകുമ്പോഴല്ലേ? ആവൂലോ, ഞങ്ങൾ അറിഞ്ഞു വിവരമൊക്കെ. എന്ത് വിവരം? മാഷ് നാളെ സിനിമയിൽ അഭിനയിക്കാൻ പോവാണ്. ആര് പറഞ്ഞു? നമ്മുടെ സുരു. അവനല്ലേ മാഷിന് ചാൻസ് ഒപ്പിച്ചു തന്നത്. മാഷിപ്പോ ഒന്നും അറിഞ്ഞില്ലേ? ഞാനൊരു നമ്പറും കിട്ടു, അതങ്ങ് ഏറ്റു. പിന്നെ നമ്മുടെ ഒരു സ്റ്റൈലും ജാടയൊക്കെ കണ്ടപ്പോ അവരൊക്കെ സമ്മതിച്ചു. ശ്രീകുമാർ സാറിന്റെ സിനിമയിലാ ചാൻസ് കിട്ടിയിരിക്കണേ. പുള്ളി എടുത്ത പടങ്ങളെല്ലാം സൂപ്പർ ഹിറ്റ് അല്ലേ? അങ്ങേരുടെ പടത്തിലൊന്ന് തല കാണിച്ചാ മതി, ഇപ്പോഴത്തെ തലവര തന്നെ മാറിപ്പോ. ആരോടും പറയാതെ നീ സ്കൂളിൽ നിന്ന് എങ്ങോട്ടാ പോയത്? ഒരു സന്തോഷ വാർത്ത ഉണ്ടാകുമ്പോ നാട്ടുകാരെ അറിയിക്കണ്ടേ? എന്നാ പിന്നെ ഒരു ഓട്ടോറിക്ഷ വാടകയ്ക്ക് എടുത്ത് മൈക്കും കെട്ടി വെച്ചൊരു അനൗൺസ്മെന്റ് കൂടെ നടത്താൻ മേലായിരുന്നു. നാട്ടുകാർ മൊത്തം പറഞ്ഞു, ഞാൻ മാത്രം ഇതുവരെ ഒന്നും പറഞ്ഞു. ഒരു സസ്പെൻസ് ആയിക്കോട്ടെ നേരിട്ടാ. മാഷിന്റെ ചിരകാല ജീവിതദോഷം പൂവണിയാൻ പോവല്ലേ? എന്റെ അഭിലാഷത്തിന് ഞാൻ തന്നെ പൂവും കായോ കാണിച്ചോളാം. നീ ആരാടാ എനിക്ക് ചാൻസ് വാങ്ങിച്ചേരാ? മോഹനേട്ടൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കാര്യമല്ലേ ഇപ്പൊ ശരിയായിരിക്കുന്നത്? അതും നല്ലൊരു സംവിധായകന്റെ സിനിമയില്. എടി, ഇവനൊക്കെ ചെന്ന് ചോദിച്ചാൽ കിട്ടുന്നത് എന്തെങ്കിലും ഇമ്പ്രിക്ക റോളായിരിക്കും. ലോട്ടിലോട്ട് റോൾ ചെയ്യാനായിരുന്നു, എനിക്കത് എന്നേ ആകായിരുന്നു. ചെറിയ വേഷമാണെങ്കിൽ സിനിമയിലല്ലയോ മോഹനൻ കുഞ്ഞെ? എന്റെ ലളിത ചേച്ചി ചെറുത് ചെയ്തോണ്ടിരുന്ന എന്നും ചെറുതേ കിട്ടത്തുള്ളൂ. റോൾ എന്താ ഏതാണെന്നൊന്നും പോലും തിരക്കാതെ ഓരോന്ന് കയറി ഏറ്റിട്ട് കാളെ പറ്റൊന്ന് കേൾക്കുന്നതിന് മുമ്പേ കയറെടുക്കാൻ വരുത്തേ. ഇനി എങ്ങനെ കാളെ പറ്റാല? കയറെടുക്കണേ പ്രത്യേകിച്ച് ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ. വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തവനാണെങ്കിലും ഇവൻ പറയുന്നതിൽ കാര്യമുണ്ടോ കുഞ്ഞെ? വേഷം എന്തായാലും നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ ഒരാളുടെ സിനിമ വരിക, അതിൽ തന്നെ മോഹനൻ കുഞ്ഞ് അഭിനയിക്കുക, അതൊക്കെ വലിയൊരു ഭാഗ്യമല്ലയോ? സിനിമയിൽ അഭിനയിക്കാൻ പോവാ. ഉണ്ണിക്കുട്ടൻ ഇഷ്ടമാണോ അച്ഛൻ സിനിമയിൽ വരുന്നത്? പക്ഷെ അച്ഛൻ സിനിമയിൽ പറക്കണം. പറക്കാൻ അച്ഛന് ചിറകില്ലല്ലോ. അയ്യേ, ഈ അച്ഛൻ ഒന്നും അറിയില്ല. ചിറകുണ്ടായിട്ടാണോ സൂപ്പർമാൻ പറക്കുന്നത്? മോഹനേട്ടാ, എന്തോ ആലോചിക്കുന്നേ? അല്ല,
റോൾ എന്താണെന്നെങ്കിലും ആ പൊട്ടൻ സുരുവിന് ചോദിക്കാമായിരുന്നു. അതറിഞ്ഞിരുന്ന എനിക്കൊന്ന് പ്ലാൻ ചെയ്യാമായിരുന്നു. നല്ല റോളായിരിക്കും ഇവിടെ. എന്റെ മോഹനേട്ടാ, എന്തിനാവശ്യമില്ലാതെ ആദ്യം പിടിക്കുന്നേ? അല്ല, പെട്ടെന്ന് ഈ ക്യാമറയുടെ മുമ്പിൽ നിൽക്കാന്ന് പറയുമ്പോൾ അതാ എനിക്കൊരു... ആഹാ, നല്ല ആളാ. ഈ ധൈര്യമൊക്കെ എവിടെ പോയി?